വെറുതെ ബോറടിച്ചില്ല അളിയാ. മിണ്ടരുത് നീ. നിന്നെ തന്നെ പറഞ്ഞാലും പണിക്കും പോകുന്നു. അതല്ല പറഞ്ഞ ഇവിടെ ഇരുന്ന് ബോറടിച്ചാര് പറഞ്ഞു. അതായിരുന്നു എന്റെ പോലും ജോലി കണ്ടോ പറയണത്. ഓ കണക്കാ കളിയാ. സോ സാഡ്. നീ നിന്റെ ആരെയും എടുത്തോ അച്ഛമ്മ. അതെന്തോളിയാ അച്ഛൻ പണി പോകുന്നുണ്ട് അമ്മ കമ്പനിയിൽ. നിന്റെയൊക്കെ ലൈഫ് കളിയാ. പാവം അപ്പൂപ്പൻ ആരോഗ്യം ഉണ്ടായിട്ട് ഞാനും അച്ഛനും ഇപ്പോഴും പിടിച്ചിരിക്കുന്നു. പാവം കഷ്ടം തന്നെ. ദൂരമല്ല പണിക്കാരെ. ഓയ് എന്താണ് ഡേയ് രണ്ടെണ്ണം കൂടി 2-3 കൊല്ലായില്ലേ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇരിക്കുന്ന സ്ഥലമെങ്കിലും ഒന്ന് മാറ്റിപ്പിടിടാ. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോടാ. അവ പറഞ്ഞതേ ഉള്ളൂ ഈ കാര്യം മാറ്റി പിടിക്കുന്നത്. 6 മണിയല്ലേ ഇടിവെക്കോ? ഒന്നുമല്ല ഡാ, ഈ കാലഘട്ടത്തിലൊക്കെ ഓരോ 2-3 പേരൊക്കെ ചേർന്നിട്ട് ഓരോ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കുന്നത്. അത് ഞങ്ങൾ ബിസിനസ് പറ്റി എപ്പോഴും പറഞ്ഞാണല്ലേ. ഇല്ലേ കളിയാ. ഫ്ലാഷ് ബാക്ക്. നമ്മുടെ കക്കയുടെ ബിസിനസ് എങ്ങനെ ലോണാക്കാം. അതെ, ഇറച്ചി എക്സ്പോർട്ട് ചെയ്യണം. ആദ്യത്തോടെ ആർട്ട് വർക്ക് ചെയ്ത് ഓൺലൈനിൽ വിൽക്കണം. ബാക്കി പകുതി ചുണ്ണാമ്പിന് കൊടുക്കാം. പൈസക്കാരാ പിന്നെ നമ്മള്. ഓ എങ്ങാണം ബിസിനസ് ക്ലച്ച് പിടിക്കണം, കാശൊക്കെ ആവണം, പിന്നെ ഫുള്ള് ടെൻഷൻ ആയിരിക്കും. ഇത് നിനക്ക് നടിക്കാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട, ബിസിനസ് ക്യാൻസൽ. ബിസിനസ് ക്യാൻസൽ. എന്തോടാ ഇരുന്ന് ആലോചിക്കുന്നത്? ചെറുതടിച്ചാലേ നിനക്കൊക്കെ അടിക്കണോ ഒറ്റ ചിന്തയുള്ളൂടാ. ഒരാൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ കള്ളോടി കാര്യം പറയുന്നത്. ഞാൻ 150 നീ ഇങ്ങനെ അങ്ങ് പണിക്കുന്ന പോയി അങ്ങോട്ടൊന്നും ഇല്ല. വീട് കൊടുക്കണം പിന്നെ ഞങ്ങൾക്കൊന്നുമില്ല. നടക്ക്. ഞാൻ അവനകത്ത്